നമസ്കാരം. ആഴ്ചവ്രതങ്ങളുടെ പ്രാധാന്യം എന്തെന്ന് നമുക്കൊന്ന് നോക്കാം. ആഴ്ചകളിലെ ദിനങ്ങൾ അവയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓരോ ദിവസത്തിനും ഓരോ ഗ്രഹങ്ങളും അവയുടെ അതിദേവതമാരുമുണ്ട്. ആ ദിവസങ്ങളിൽ വ്രതമെടുത്ത് ആ ദേവന്മാരെ പൂജിക്കുന്നതും ആ ഗ്രഹ ദോഷശാന്തിക്കുള്ള മന്ത്രങ്ങൾ ചൊല്ലുന്നതും വളരെയധികം നല്ലതാണ്. ഗ്രഹദോഷ ശാന്തിക്കും കുടുംബ ഐശ്വര്യത്തിനും എല്ലാത്തിനും വളരെയധികം നല്ലതാണ്. നമുക്ക് ഞായറാഴ്ച ദിവസം ആ ദിവസത്തെ വ്രതത്തെ കുറിച്ച് സംസാരിക്കാം. ഞായറാഴ്ച സൂര്യന്റെ ദിവസമാണെന്ന് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. സൂര്യൻ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ദേവനാണ്. നമുക്ക് ആയുസ്സും ആരോഗ്യവും എല്ലാം നൽകുന്നത് സൂര്യദേവനാണ്. ശനിയാഴ്ച വൈകിട്ട് മുതൽ നമ്മൾ വ്രതത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങേണ്ടതാണ്. വൈകിട്ട് പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് വ്രതമെടുത്ത് ഞായറാഴ്ച അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് സൂര്യഗായത്രി, ആദിത്യ ഹൃദയം എല്ലാം ചൊല്ലി ശ്രീകൃഷ്ണൻ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ പോയി ക്ഷേത്ര ദർശനം നടത്തി, അല്ലെങ്കിൽ സൂര്യക്ഷേത്രങ്ങളുള്ളവർ അവിടെ പോയി ദർശനം നടത്തി വീട്ടിൽ തിരിച്ചെത്തി നമ്മൾക്ക് ഭക്ഷണം കഴിക്കാതെ വ്രതമെടുത്താൽ വളരെ നല്ലത്. അല്ലാത്തവർ പഴങ്ങളും ഇളനീരും അങ്ങനെയുള്ള ലളിതമായ ഭക്ഷണം കഴിച്ച് വ്രതമെടുക്കാവുന്നതാണ്. അന്നേ ദിവസം വ്രതമെടുക്കുന്നതുകൊണ്ട് സകലവിധ ഐശ്വര്യവും എല്ലാ കാര്യത്തിലും വിജയവും എല്ലാം നേടാൻ സാധിക്കുന്നു. സൂര്യഗ്രഹത്തിന് ബലമില്ലാതെ വരികയോ സൂര്യഗ്രഹത്തിന് ദോഷങ്ങളുള്ളവർക്ക് ഈ വ്രതമെടുക്കുന്നത് വളരെ ഉത്തമമാണ്. എല്ലാവർക്കും വളരെ നല്ലതാണ്. സൂര്യാസ്തമനത്തിനു മുന്നേ ദീപം തെളിയിച്ച് സൂര്യസ്തോത്രങ്ങൾ ചൊല്ലി പഴങ്ങൾ എന്തെങ്കിലും കഴിച്ച് പാരണ വിടാവുന്നതാണ്. വ്രതമെടുക്കുന്ന ദിവസം സംസാരം വളരെ കുറച്ച് സൂര്യസ്തോത്രങ്ങൾ ചൊല്ലാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ആദിത്യ ഹൃദയം. സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്ധകരായ നമോ നമ, ചിന്താമണേ ചിദാനന്ദായ തേ നമ, നീഹാരനാശകരായ നമോ നമോ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമ, സ്ഥാവരജംഗമാചാര്യായ തേ നമോ, ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമ, സത്വപ്രധാനായ തത്വായ തേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ. നവഗ്രഹ സ്തോത്രങ്ങളിൽ സൂര്യന്റെ സ്തോത്രം. ജപാ കുസുമ സംകാശം കാശ്യപേയം മഹാദ്യുതിം തമോരിം സർവപാഭഗ്നം പ്രണതോസ്മി ദിവാകരം. ഇനി തിങ്കളാഴ്ച വ്രതത്തിന്റെ പ്രാധാന്യം. ദീർഘമംഗല്യത്തിനും മംഗല്യസിദ്ധിക്കും വൈധവ്യ ദോഷത്തിനും തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് വളരെ പ്രധാനമാണ്. ശിവക്ഷേത്രം ദർശനം നടത്തുകയും ശിവപ്രീതിക്ക് വേണ്ട പൂജകൾ ചെയ്യുകയും സ്വയംവര പൂജ, ദീർഘസുമംഗലി പൂജ, ഉമാമഹേശ്വര പൂജ, സ്വയംവര പാർവതി സ്തോത്ര പാരായണം എന്നിവയൊക്കെ വളരെ പ്രധാനമാണ്. ഞായറാഴ്ച വൈകിട്ട് മുതൽ സാധാരണ വ്രതാനുഷ്ഠാനം പോലെ ഉപവാസം തുടങ്ങി തിങ്കളാഴ്ച അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി ശിവസ്തോത്രങ്ങളും ശിവമന്ത്രങ്ങളും ജപിക്കാവുന്നതാണ്. സംസാരം വളരെ കുറച്ച് സ്വയംവര പാർവതി സ്തോത്ര പാരായണം നടത്തി ഭക്ഷണം ഒഴിവാക്കാൻ പറ്റാത്തവർ ഒരു നേരമായി ഭക്ഷണം ആക്കുകയോ അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം കഴിച്ച് ഉപവാസം നടത്തുകയോ ചെയ്യാം. ഭഗവാൻ പരമശിവന്റെ പ്രീതിക്ക് വേണ്ടി തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് വഴി നമുക്ക് സർവ്വ സൗഭാഗ്യവും ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. തിങ്കളാഴ്ച ചന്ദ്രഗ്രഹത്തിനാണ് പ്രാധാന്യം കൂടുതൽ. ചന്ദ്രന് പക്ഷബലമില്ലാത്തവർ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് വളരെ ഉത്തമമാണ്. കുടുംബ സൗഖ്യത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി പൂജകളും വഴിപാടും കഴിക്കുന്നത് വളരെ നല്ലതാണ്. 30 തിങ്കളാഴ്ച തട്ട നേദിക്കുന്നത് വളരെ പ്രധാനമാണ്. വൈകിട്ട് പാരണ വീടി
ലളിതമായ എന്തെങ്കിലും പഴങ്ങളോ മറ്റോ കഴിക്കാവുന്നതുമാണ്. തിങ്കളാഴ്ച വ്രതമെടുക്കുമ്പോൾ ശിവപഞ്ചാക്ഷരി ചൊല്ലുന്നതിനോടൊപ്പം നവഗ്രഹ സ്തുതികളിൽ ചന്ദ്രഭഗവാന്റെ സ്തുതിയും ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. ദധിശങ്കതുഷാരാഭം ക്ഷീരോദാർണവ സംഭവം നമാമി ശശിനം സോമം ശംഭോർമകുടഭൂഷണം. ആഴ്ചവ്രതങ്ങളിൽ ചൊവ്വാഴ്ച വ്രതം നോക്കുന്നത് ചൊവ്വാദശയിൽ ജനിച്ചവർ, ചൊവ്വാദോഷമുള്ളവർ, പാപസാമ്യം നോക്കാതെ വിവാഹം കഴിച്ചവർ എന്നിവർക്കൊക്കെ വളരെ പ്രധാനമാണ്. ഓജരാശിയിൽ ചൊവ്വ നിൽക്കുന്നവർ സുബ്രഹ്മണ്യനെയും യുഗ്മരാശിയിൽ ചൊവ്വ നിൽക്കുന്നവർ ഭദ്രകാളിയെയുമാണ് പൂജിക്കേണ്ടതും ഭജിക്കേണ്ടതും. എല്ലാ വ്രതങ്ങളെയും പോലെ തിങ്കളാഴ്ച ദിവസം വൈകിട്ട് ഉപവാസം ആരംഭിച്ച് അതിരാവിലെ കുളിച്ച് സുബ്രഹ്മണ്യ സ്തോത്രങ്ങളും ഭദ്രകാളി സ്തോത്രങ്ങൾ, ഇത് ഏത് ദേവനെയാണോ ദേവതമാരെയാണോ ഭജിക്കുന്നത് വെച്ചാൽ ആ സ്തോത്രങ്ങൾ ചൊല്ലി ചൊവ്വാഗ്രഹത്തിന്റെ സ്തുതിയും ചൊല്ലി അന്നേ ദിവസം ഉപവാസം എടുക്കുന്നത് വളരെ ഉത്തമമാണ്. സുബ്രഹ്മണ്യ സ്തോത്രം. ധ്യായേത് ഷൺമുഖമിന്ദുകോടി സദൃശം രത്നപ്രഭാശോഭിതം ബാലാർക്കദ്യുതി ഷട്കിരീട വിലസത് കേയൂരഹാരാന്വിതം കർണാലംബിത കുണ്ടല പ്രവിലസത് ഗണ്ഡസ്ഥലി ശോഭിതം കാഞ്ചീ കിങ്കിണീരവയുധം ശൃംഗാരസാരോദയം. കൂടാതെ സുബ്രഹ്മണ്യ മൂലമന്ത്രവും ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ഓം ഭജദ്ഭുവേ നമഃ. കൂട്ടത്തിൽ ചൊവ്വാഗ്രഹത്തിന്റെ സ്തുതിയും. ധരണീ ഗർഭസംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം. ബുധൻ മൗഢ്യത്തിലോ നീചത്തിലോ നിൽക്കുന്നവരാണ് ബുധനാഴ്ച വ്രതം പ്രധാനമായും എടുക്കേണ്ടത്. വാക്ക്, വിദ്യ, ജ്ഞാനം, ഗണിതം എന്നിവയുടെ കാരകനാണ് ബുധൻ. ബുധനാഴ്ച ദിവസം എല്ലാ വ്രതങ്ങളെയും പോലെ ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ ഉപവാസം തുടങ്ങി ബുധനാഴ്ച രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശ്രീരാമക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോവുക, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോവുക. ശ്രീരാമ കവചം, ശ്രീരാമ ഭുജംഗം എന്നിവ ചൊല്ലാം. അല്ലെങ്കിൽ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. അത് ചൊല്ലാവുന്നതാണ്. നവഗ്രഹ സ്തുതികളിൽ ബുധന്റെ സ്തുതി ചൊല്ലുന്നതും വളരെ ഉത്തമമാണ്. പ്രിയം ഗുഗലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണോപേദം തം ബുധം പ്രണമാമ്യഹം. വിദ്യയ്ക്കും ജ്ഞാനത്തിനും എല്ലാത്തിനുമായി ബുധനാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. വ്യാഴം സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കാരകനാണ്. കുടുംബത്തിൽ എല്ലാവരും വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് വളരെ ഗുണകരമാണ്. വ്യാഴം നീചരാശിയിലുള്ളവരോ വ്യാഴം അനിഷ്ട ഭാവത്തിൽ നിൽക്കുന്നവരോ നിർബന്ധമായും വ്യാഴാഴ്ച വ്രതം എടുക്കേണ്ടതാണ്. ശ്രീകൃഷ്ണനാണ് പ്രധാനമായും പൂജിക്കേണ്ട ദേവത. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, ശ്രീകൃഷ്ണ സ്തോത്രങ്ങൾ ജപിക്കുക, നവഗ്രഹ സ്തുതികളിൽ വ്യാഴന്റെ സ്തുതി ചൊല്ലുക, ഇതൊക്കെ വളരെ പ്രധാനമാണ്. എല്ലാ ഉപവാസങ്ങളും പോലെ ബുധനാഴ്ച വൈകിട്ട് മുതൽ ഉപവാസം തുടങ്ങി വ്യാഴാഴ്ച രാവിലെ കുളിച്ച് പഴങ്ങൾ മാത്രം ഭക്ഷിച്ച് അല്ലെങ്കിൽ പൂർണ്ണവ്രതം എടുത്ത് വൈകിട്ട് പാരണ വീടി ഭക്ഷണം കഴിക്കാവുന്നതാണ്. വ്യാഴന്റെ സ്തുതി. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം. അഷ്ടൈശ്വര്യങ്ങൾക്കും സമ്പൽ സമൃദ്ധിക്കും ലൗകിക സുഖങ്ങൾക്കും വേണ്ടി
വെള്ളിയാഴ്ച വ്രതമെടുക്കുന്നത് വളരെ പ്രധാനമാണ്. ശുക്രൻ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നവരോ ശുക്രദശയുള്ളവരോ ശുക്രൻ കളത്രകാരകനായിട്ടുള്ളവരോ ഒക്കെ ഈ വ്രതം എടുക്കുന്നത് വളരെ പ്രധാനമാണ്. ലക്ഷ്മി ദേവി, അന്നപൂർണേശ്വരി എന്നീ ദേവതമാരെയാണ് ഈ ദിവസം പൂജിക്കേണ്ടത്. ദേവീക്ഷേത്ര ദർശനം നടത്തുക, പൂജകൾ ചെയ്യുക എന്നിവയെല്ലാം വളരെ പ്രധാനം. എല്ലാ വ്രതങ്ങളും പോലെ തലേ ദിവസം വൈകിട്ട് മുതൽ ഉപവാസം തുടങ്ങി വെള്ളിയാഴ്ച അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ദേവീക്ഷേത്ര ദർശനം നടത്തി ലളിതാ സഹസ്രനാമം, അന്നപൂർണേശ്വരി സ്തോത്രം, ലക്ഷ്മി സ്തോത്രം എന്നിവയെല്ലാം ചൊല്ലുക. കൂടാതെ ശുക്രഗ്രഹത്തിനെ സ്തുതിച്ചുകൊണ്ടുള്ള സ്തുതിയും ചൊല്ലേണ്ടതാണ്. ഹിമകുന്ദ പ്രണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. ഐശ്വര്യത്തിനും സമ്പദ് സമൃദ്ധിക്കും വെള്ളിയാഴ്ച വ്രതമെടുക്കുന്നത് അത്യുത്തമമാണ്. ശനിയാഴ്ച വ്രതം വളരെ പ്രാധാന്യമേറിയതാണ്. എല്ലാ ശനിദോഷങ്ങൾക്കും പരിഹാരമായി ശനിയാഴ്ച വ്രതം എടുക്കുന്നത് വളരെ ഉത്തമമാണ്. ഏഴര ശനി, കണ്ടകശനി, ശനി അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നവർ ഇവരെല്ലാവരും ശനിയാഴ്ച വ്രതം എടുക്കുന്നത് വളരെ ഉത്തമമാണ്. വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് മുതൽ ഉപവാസം തുടങ്ങി ശനിയാഴ്ച അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശാസ്താ ക്ഷേത്ര ദർശനം, ഹനുമത് ക്ഷേത്ര ദർശനം എന്നിവ നടത്താവുന്നതാണ്. 2 ദേവന്മാരെ പൂജിക്കുന്നതും ശനിദോഷം മാറ്റാൻ വളരെയധികം ഉത്തമമാണ്. എള്ളുതിരി കത്തിക്കൽ, ശനി പൂജ ചെയ്യൽ ഇതെല്ലാം അത്യാവശ്യമാണ്. ശാസ്ത്രഭുജംഗം, ശാസ്താ സ്തോത്രങ്ങൾ, അയ്യപ്പ സ്തുതികൾ, ഹനുമത് സ്തോത്രം, ഹനുമത് സഹസ്രനാമം എന്നിവയെല്ലാം ചൊല്ലുന്നത് ശനിദോഷ പരിഹാരത്തിന് വളരെ നല്ലതാണ്. നവഗ്രഹ സ്തുതികളിൽ ശനി ഗ്രഹത്തിനെ പ്രീതിപ്പെടുത്തുന്ന സ്തുതി ചൊല്ലുന്നതും വളരെ ഉത്തമമാണ്. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. ശനി വളരെ മന്ദഗതിയിൽ ചലിക്കുന്നതാണ്. ശനിദശയുള്ളവർ ശനി പ്രീതിക്ക് വേണ്ടിയിട്ട് ശനിയാഴ്ച വ്രതമെടുക്കുന്നത് വളരെ പ്രധാനമാണ്. എല്ലാ ശനിദോഷ പരിഹാരങ്ങൾക്കുമായി ശനിയാഴ്ച വ്രതം എടുക്കേണ്ടത് അത്യാവശ്യമാണ്.